വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ADGP വിഷയത്തിൽ സമ്മർദ്ദം ശക്തമാക്കാൻ CPI. ADGP അജിത് കുമാറിന് സർക്കാരിന്റെ സംരക്ഷണത്തിൽ പ്രതിഷേധം മുന്നണിയെ അറിയിക്കാനാണ് CPIയുടെ തീരുമാനം. നാളത്തെ മുന്നണി യോഗത്തിൽ നിലപാട് വ്യക്തമാക്കും. പൂരമട്ടിമറിയിൽ അന്വേഷണം ആവശ്യപ്പെടും. അതേസമയം വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉടനുണ്ടാകും. ഇന്നോ നാളെയോ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്താൻ തന്നെയാണ് സാധ്യത. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, CPIയുടെ ഈ വിഷയത്തിലുള്ള പ്രതിഷേധം ആദ്യമല്ല. CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു, CPM-നെ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. പക്ഷെ അപ്പോഴും നടപടി ഉണ്ടാകുന്നില്ല. ദിവസങ്ങൾ ഇത്രയായി, മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. എന്താണ് CPIയുടെ സമ്മർദ്ദതന്ത്രം? രഞ്ജിത്ത്, ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാത്ത സർക്കാർ നടപടി, മുഖ്യമന്ത്രി നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. മുന്നണിക്കുള്ളിൽ വലിയ അതൃപ്തിയാണ് അതിലുള്ളത്. മുന്നണിക്കുള്ളെന്ന് പറയുമ്പോൾ CPM-ൽ പോലും വലിയ അതൃപ്തിയുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി പോലും കഴിഞ്ഞ ദിവസം അത് പരോക്ഷമായി എന്ന് പറയാൻ കഴിയാത്ത വിധം പ്രത്യക്ഷമായി തന്നെ ആ കാര്യം സൂചിപ്പിച്ചു. എനിക്ക് അതൃപ്തി ഇല്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഇക്കാര്യങ്ങളിലൊക്കെ എന്ന ഒരു ചോദ്യം സംസ്ഥാന സെക്രട്ടറിക്ക് പോലും ചോദിക്കേണ്ടി വന്നു. ഇപ്പോൾ CPI ഇക്കാര്യങ്ങൾ, CPIക്ക് ഇതിൽ കുറച്ചുകൂടി അവർ വൈകാരികമായി എടുക്കുന്ന വിഷയമാണെന്ന്. കാരണം തൃശ്ശൂരിൽ തോൽക്കാൻ കാരണം CPIയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഒരാൾ, അത് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥികൾ തോൽക്കാൻ കാരണം പൂരം അട്ടിമറിയാണെന്ന് CPI നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. ആ അട്ടിമറിക്ക് കാരണക്കാരൻ ADGP അജിത് കുമാർ ആണെന്നാണ് പൊതുവിൽ ഉയരുന്ന വിമർശനം. അതുകൊണ്ടാണ് കൃത്യമായ ഒരു അന്വേഷണം നടത്തി അജിത് കുമാറിനെ അതുവരെയെങ്കിലും ഈ പ്രധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് CPI ആവശ്യപ്പെടുന്നത്. നാളെ ഇടതുമുന്നണിയുടെ യോഗമാണ്. യോഗം പുതിയ കൺവീനർ വന്ന ശേഷമുള്ള ആദ്യ യോഗമാണ്. ആ യോഗത്തിൽ CPI ഇക്കാര്യം അറിയിക്കും. അതിൽ അതൃപ്തിയും അമർഷവും അറിയിക്കും. എന്തുകൊണ്ട് അജിത് കുമാറിനെ മാറ്റി നിർത്താൻ തയ്യാറാകുന്നില്ല, എന്തുകൊണ്ട് അജിത് കുമാർ ഇത്രയധികം സംരക്ഷണം സർക്കാരും മുഖ്യമന്ത്രി നൽകുന്നു എന്ന ചോദ്യമാകും CPI ഉയർത്തുക. പൂരം അട്ടിമറിയിൽ ഒരു മുന്നണിതല അന്വേഷണം എന്നൊരു ആവശ്യം നേരത്തെ CPI മുന്നോട്ട് വച്ചിരുന്നു. അതിനോടും അനുകൂലമായല്ല CPM പ്രതികരിച്ചത്. പൂരം അട്ടിമറി സംബന്ധിച്ച പോലീസ് നേരത്തെ അന്വേഷിച്ചതാണ്. ആ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അത് ആരെ സംരക്ഷിക്കാമെന്ന ചോദ്യമാണ് ഉയരുന്നത്. CPI മാത്രമല്ല ഇതിൽ അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യമായി രംഗത്തുള്ളത്. ഇന്നലെ RJD, മറ്റു പ്രധാനപ്പെട്ട ഘടകകക്ഷി RJD-യുടെ നേതാക്കൾ വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം ആവശ്യപ്പെട്ടു. ADGP അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം അവരും ഉന്നയിച്ചിട്ടുണ്ട്. CPM-ൽ ആവശ്യം ശക്തമാണ്. ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് നാളത്തെ മുന്നണി യോഗം വളരെ പ്രാധാന്യമുള്ളതായി മാറുന്നത്. മുഖ്യമന്ത്രി ഇത്രയും ദിവസമായിട്ടും അജിത് കുമാറിന്റെ RSS ബന്ധം ആരോപണം ഉയർന്നു വന്നു. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്ന തരത്തിലുള്ള ശക്തമായ വിമർശനം പ്രതിപക്ഷ നേതാവ് അടക്കം ഉയർത്തിയിട്ടും ഇതുവരെയും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രി വൈകാതെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നോ നാളെയോ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിനുള്ള സാധ്യത അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ അറിയാൻ കഴിയുന്നു. മാത്രമല്ല ഇന്ന് ചില പൊതുപരിപാടികളിൽ കൂടി മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അത് ഒന്ന് രാവിലെ PSC എംപ്ലോയീസിന്റെ സംസ്ഥാന സമ്മേളനമാണ്. AKG ഹാളിൽ 10 മണിക്ക് മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പരിപാടിയാണ്. അത് കോവളത്തെ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഒരുമിച്ച് പങ്കെടുക്കുന്നു. അവിടെ സ്വാഭാവികമായും രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടി പറയാൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആ വേദി ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾക്കൊക്കെയുള്ള മറുപടി, മുഖ്യമന്ത്രിയുടെ മറുപടി അവിടെ ഉണ്ടാകും. പാർട്ടി സെക്രട്ടറി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് ചേർന്നല്ല പോകുന്നത്. ഇത്രയും നാൾ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ട എന്നൊരു അഭിപ്രായം പാർട്ടി സെക്രട്ടറിക്കുണ്ട്, പാർട്ടിയിലെ പ്രധാന നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇന്ന് പ്രതികരണം മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും അജിത് കുമാറിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വലിയ സമ്മർദ്ദമാണ് ഇടതുമുന്നണിക്കുള്ളിൽ രൂപപ്പെടുന്നത്. മുഖ്യമന്ത്രി ഇപ്പോഴും എന്തുകൊണ്ട് സംരക്ഷണം നിർത്തുന്നു എന്ന ചോദ്യം ഉയർന്നു വരുന്നു. അതാണല്ലോ അരുൺ പ്രധാനം. കാരണം ഇത്ര വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോൾ നമ്മൾ ഈ അൻവർ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ, ചില പ്രധാന വിഷയങ്ങളിലെ പങ്കാളിത്തമൊക്കെ ഒരു വഴിക്ക് നിൽക്കട്ടെ. പക്ഷെ അപ്പോഴും RSS കൂടിക്കാഴ്ച എന്നുള്ളത് CPM-ന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുതന്നെ പാർട്ടി സെക്രട്ടറി തന്നെ CPM-നെ അല്ലെങ്കിൽ പാർട്ടിയെ കൂട്ടിക്കെട്ടണ്ട എന്ന നിലപാടെടുത്ത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഷംസീറിന്റെ വാക്കുകളും ശ്രദ്ധേയമായി. കാരണം RSS ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്, അതിലെന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടി ഒരു ആശയക്കുഴപ്പം ആ രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലുണ്ട്. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രി ഒറ്റപ്പെട്ട നിലയിലാണ്. മുഖ്യമന്ത്രിക്ക് അനുകൂലമായി യാതൊരു സ്വരവും ഉയരുന്നില്ല ഈ വിഷയത്തിൽ. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ കൂടിയല്ലേ കടന്നു പോകുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം, സമീപകാല CPM രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെതിരെ വാർത്തകൾ വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നപ്പോഴും അതിനുശേഷം ഈ 2 ടൈമിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നാൽ CPM നേതൃത്വം ഒന്നാകെ മന്ത്രിസഭ വന്ന ശേഷമാണെങ്കിൽ മന്ത്രിമാർ ഒന്നടങ്കം അദ്ദേഹത്തിന് രക്ഷാകവചവുമായി, സംരക്ഷണ കവചവുമായി രംഗത്തിറങ്ങും നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ അതിനൊരു മാറ്റം വന്നത് അദ്ദേഹത്തിന്റെ മകൾക്കെതിരായ എക്സാലോജിക് ആരോപണം
നിരന്തരം വന്നപ്പോൾ മാത്രമാണ് CPM-ന്റെ നേതൃത്വത്തിൽ നിന്ന് ഒരു പിൻവാങ്ങൽ, ആ മുഖ്യമന്ത്രിക്ക് സംരക്ഷണ കവചം ഒരുക്കുന്ന നീക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങലുണ്ട്. അപ്പോഴും പാർട്ടി സെക്രട്ടറി അടക്കമുള്ള അദ്ദേഹത്തെ പിന്താങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല കാണുന്നത്. മുഖ്യമന്ത്രി ലക്ഷ്യമിട്ട് ഒരു ഭരണപക്ഷ MLA നിരന്തരം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, മുഖ്യമന്ത്രി ഓഫീസിനെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു സംരക്ഷണ കവചവും ഒരിടത്തുനിന്നും ഉണ്ടാകുന്നില്ല. അവിടെ അല്പമെങ്കിലും അത് ഒരു സംരക്ഷണം അല്ലെങ്കിൽ അത്തരം ഒരു നീക്കം ശ്രമമെങ്കിലും ഉണ്ടായത് ഇന്നലെ സ്പീക്കർ എൻ ഷംസീറിന്റെ ഭാഗത്തു നിന്നാണ്. ഒരുപക്ഷെ CPM കേന്ദ്രങ്ങളെ ആ രീതിയിൽ അങ്ങനെ ഞെട്ടിച്ചതുമാണ്. കാരണം എൻ ഷംസീർ സ്വാഭാവികമായും മുഖ്യമന്ത്രി അനുകൂലം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ആ ഒരു CPM-ലെ ശാക്തിക ചേരിക്ക് ഒപ്പമുള്ള ആളല്ല എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയുള്ള ഷംസീർ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച് അല്ലെങ്കിൽ ADGP അജിത് കുമാറിനെ പിന്തുണച്ച് രംഗത്ത് വന്നത് CPM കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. പക്ഷേ വൈകാതെ ഷംസീർ ആ പ്രസ്താവന തിരുത്തുകയും ചെയ്തു. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി സാധാരണ വരാറുള്ള മന്ത്രിമാരോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളോ പാർട്ടിയുടെ ഉന്നത നേതാക്കളോ ആരും ഇതുവരെയും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അത്തരം ഒരു സംരക്ഷണ കവചം ഒരുക്കുന്നില്ല, അല്ലെങ്കിൽ അൻവറിനെ തള്ളിപ്പറയുന്നില്ല. അൻവറിനെ തള്ളിപ്പറയാൻ തയ്യാറായത് പ്രാദേശികമായ ചില നേതാക്കൾ മാത്രമാണെന്ന് ഓർക്കണം. സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അൻവർ ഈ രീതിയിൽ ഈ വിഷയം ഉന്നയിച്ചത് ശരിയായില്ല എന്നൊരു വിമർശനം മാത്രമാണ് ഉന്നയിച്ചത്. അതായത് അൻവർ പ്രശ്നം പറഞ്ഞ രീതി ശരിയായില്ല എന്നൊരു അഭിപ്രായം മാത്രമാണ് CPM-ന്റെ നേതൃയോഗങ്ങളിൽ പോലും ഉയർന്നത്. അൻവറിനെ ആ രീതിയിൽ ചോദ്യം ചെയ്യാനോ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനോ, അല്ലെങ്കിൽ MR അജിത് കുമാർ സ്വാഭാവിക മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുമ്പോൾ അവിടെ MR അജിത് കുമാർ അനുകൂല നിലപാടെടുക്കാനോ CPM-ൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ഇതുവരെ തയ്യാറായില്ല എന്നത് വളരെ കൗതുകകരമായ, വളരെ ശ്രദ്ധേയമായ CPM-നുള്ളിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് കാണേണ്ടത്. തീർച്ചയായും ഏതായാലും നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ PV അൻവർ ഉന്നയിച്ച ആരോപണത്തിനപ്പുറം. അതിനുശേഷം RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരം പ്രതിപക്ഷ നേതാവ് പങ്കുവെക്കുന്നു. ഏറ്റവും ഒടുവിൽ CPI-യുടെ ഇടപെടൽ അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്ന് വേണം നമുക്കിതിനോട് ചേർത്ത് വെക്കാൻ. PV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകണം. അത് ഇന്നലെ ഒരു ദേശീയ ദിനപത്രം കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവായ MP BJP-യിലേക്കെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ദേശീയ ദിനപത്രമായ ദ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. മുതിർന്ന നേതാവായ MP എന്നതിനപ്പുറം നേതാവ് ആരെന്ന് വാർത്തയിൽ സൂചിപ്പിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നേതാവിനെ മുന്നിൽ നിർത്തുക എന്ന ലക്ഷ്യമാണ് BJP-ക്ക് എന്നാണ് അഭ്യൂഹം. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ഒരു സാമാന്യ പ്രതികരണം നടത്തിയിരുന്നു. ഇന്ന് കൂടുതൽ നേതാക്കൾ പക്ഷേ പ്രതികരിക്കാൻ തയ്യാറായില്ല. കൊടിക്കുന്നിൽ സുരേഷ് MP-യുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടു. ഒരു നേതാവും BJP-യിലേക്ക് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും അഭ്യൂഹങ്ങൾ ശക്തമാണ്. തരൂർ അടക്കമുള്ള കെ സുധാകരൻ അടക്കമുള്ള, ഒപ്പം നമുക്കറിയാം നിരവധിയായ മുതിർന്ന നേതാക്കൾ കേരളത്തിൽ കോൺഗ്രസിന് MP-മാരായി ഉണ്ട്. നിരവധി നേതാക്കളുടെ പേരുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പ്രചരിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിൽ എത്രയോ 18ഓളം MP-മാരുണ്ട്. അതിൽ 2 ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മുതിർന്ന നേതാക്കളാണ്. അപ്പോൾ ആരെയും ഈ വാർത്ത ലക്ഷ്യം വെക്കുന്നുണ്ടാകാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ആരും കാര്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ആ നേതാവ് ആര് എന്ന ചോദ്യം ഉയരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. VV അരുൺ തന്നെ ചേരുകയാണ്. അരുണ്, അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതികരണം കാര്യമായി ഉണ്ടാകുന്നില്ല. എന്താകും BJP ലക്ഷ്യം വെക്കുന്നത്? അതിനുള്ള സാധ്യത ഇപ്പോൾ കേരളത്തിലുണ്ടോ? അതിനുള്ളിലേക്ക് വരാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു മുഖം അതൊരു പക്ഷേ അവർ തേടുന്നുണ്ടാകാം. അതിന് കേരളത്തിലെ ഒരു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ ലക്ഷ്യം വെക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം. അത് ഏത് തലത്തിൽ എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അങ്ങനെ അനവധിയായ കാര്യങ്ങൾ സംഭവിക്കുന്നു. രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കാം. ആരും ആർക്കൊപ്പവും എപ്പോഴും ഏത് നിമിഷവും ചേരാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നമ്മൾ ഒരുപാട് ആളുകളുടെ പേരുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പ്രചരിക്കുന്നുണ്ട് എങ്കിൽ പോലും ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴും ദേശീയ ദിനപത്രം റിപ്പോർട്ട് ചെയ്ത അനുസരിച്ചാണെങ്കിൽ ഒരു നേതാവ് BJP-യുമായി ചർച്ച നടത്തി. അത് മുതിർന്ന നേതാവാണ്, ഒരു MP ആണ്. അദ്ദേഹത്തെ BJP ഏതാണ്ട് സ്വാഗതം ചെയ്ത മട്ടാണ്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമ്മതം മാത്രം മതി ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. ശരി, മറ്റൊരു വാർത്തയിലേക്ക് പോകണം.
പി കെ ശശിക്കെതിരെ ഗുരുതര പരാമർശവുമായി എം.വി. ഗോവിന്ദൻ. പി കെ ശശി ചെയ്തത് നീചമായ പ്രവൃത്തി, സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല, CPM ജില്ലാ സെക്രട്ടറിയെ മദ്യക്കേസിലും സ്ത്രീപീഡന കേസിലും പ്രതിയാക്കാൻ ശ്രമിച്ചു. പാർട്ടിയെ പണമുണ്ടാക്കാനുള്ള ഉപാധിയായി മാത്രം ഉപയോഗിച്ചുവെന്നും ഇതിന്റെ തെളിവുകൾ പാർട്ടിക്ക് ലഭിച്ചുവെന്നും CPM പാലക്കാട് മേഖലാ റിപ്പോർട്ടിംഗിൽ സെക്രട്ടറി പരാമർശിച്ചു. പി കെ ശശിക്കെതിരെ ഗുരുതര ആരോപണമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി നടത്തുന്നത്. നേരത്തെ പാർട്ടിയുടെ സംരക്ഷണം തനിക്കുണ്ട് എന്ന ചിന്ത പി കെ ശശിക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പി കെ ശശിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പി കെ ശശി ഇടപെട്ട് CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ സ്ത്രീപീഡന കേസിലടക്കം കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ള അതീവ ഗൗരവതരമായ പരാമർശം CPMന്റെ പാലക്കാട് റിപ്പോർട്ടിംഗിൽ നടത്തിയതുള്ളൂ. വിനേഷ്, പി കെ ശശിയെ പാർട്ടി പൂർണ്ണമായും തള്ളുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം രൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് ശശിക്കെതിരെ CPMന്റെ പാലക്കാട് മേഖല റിപ്പോർട്ടിംഗിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് എം.വി. ഗോവിന്ദൻ വളരെ ഉറച്ച നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. പി കെ ശശി ചെയ്തത് വളരെ നീചമായ ഒരു പ്രവൃത്തിയാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല ശശിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണം. ശശി CPM ജില്ലാ സെക്രട്ടറിയെ കള്ളുകേസിലും അതേപോലെ തന്നെ സ്ത്രീപീഡന കേസിലും വരെ പ്രതിയാക്കാൻ ശ്രമിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനായിട്ട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു മാധ്യമ പ്രവർത്തകരുമായി ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായ തെളിവുകൾ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും മേഖലാ റിപ്പോർട്ടിംഗിൽ പറയുന്നു. ഒപ്പം തന്നെ പാർട്ടിയെ പണമുണ്ടാക്കാനുള്ള ഉപാധിയായി പി കെ ശശി ഉപയോഗിച്ചു എന്നും റിപ്പോർട്ടിംഗിൽ പറയുന്നുണ്ട്. ശശി മുതിർന്ന നേതാവായതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് പുറത്താക്കാതെ നിർത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിഷ്പ്രയാസം ശശിയെ പുറത്താക്കാൻ കഴിയും എന്നതിന്റെ വളരെ ഒറ്റ നിലപാട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ശശിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ക്രമക്കേടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലക്കാട് നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതായത് പി കെ ശശി ഒരു സഹകരണ സ്ഥാപനങ്ങളിലേക്ക് പിരിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം. അതിനു മുമ്പ് നമുക്കറിയാം, DYFI നേതാവിനോടുള്ള ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശശിക്കെതിരെ പാർട്ടിക്കകത്ത് അന്വേഷണം ഉണ്ടായപ്പോഴും ശശിയെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ തുടർച്ചയായി ശശിക്കെതിരെ പരാതികൾ ഉയരുകയും അതിലെല്ലാം തന്നെ വാസ്തവമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് എന്തായാലും CPM പാലക്കാട് ഘടകം ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ശശിയെ ഏറെക്കുറെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, ഇപ്പോൾ പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട്. ഇനി ഉള്ളത് CITUവിന്റെ ജില്ലാ അധ്യക്ഷ സ്ഥാനമാണ്. അതിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളൊരു നിലപാട് കൂടി ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നുണ്ട്. അതിൽ നിന്ന് ശശിയെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉടനെ ഉണ്ടാവും. അങ്ങനെ വന്നാൽ ശശിയും കൂട്ടരും പാർട്ടി വിട്ടേക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഇങ്ങനെ അപമാനം സഹിച്ച് പാർട്ടിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട് ശശിയും കൂട്ടരും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ അത്തരത്തിലുള്ള നീക്കമുണ്ടാവും. ശശി കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള രഹസ്യ യോഗങ്ങൾ വിളിച്ചിരുന്നു മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട്. എന്തായാലും മറ്റേത് പാർട്ടിയിലേക്ക് പോകും, എന്താണ് എങ്ങനെയെന്നുള്ളത് പിന്നീട് തീരുമാനിച്ചാൽ തൽക്കാലം പാർട്ടി വിടാം എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെ ശശി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഏതായാലും പി കെ ശശിക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകും. ശശിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസമൊക്കെ വിനേഷ്, ശശി വളരെ കോൺഫിഡൻ്റായാണ് സംസാരിച്ചത്. ഇപ്പോൾ തൽക്കാലം അദ്ദേഹം ഇരിക്കുന്ന പദവിയിൽ നിന്ന് മാറേണ്ട സാഹചര്യമില്ല, ചില പിന്തുണകൾ അദ്ദേഹത്തിന് ലഭ്യമാകും എന്നുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് എന്തിൻ്റെ സൂചനയാണ്? ശശി ചെയ്ത പ്രവൃത്തിയുടെ ഗൗരവം അത് വളരെ വലുതാണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ലേ? രഞ്ജിത്ത്, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം നമുക്കറിയാം, വളരെ ഗുരുതരമായ ഒരു കേസായിരുന്നു DYFI നേതാവിന് നേരെ ഉണ്ടായിരുന്ന ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് അന്വേഷണ കമ്മീഷൻ അന്ന് AK ബാലനും PK ശ്രീമതിയും എല്ലാം തന്നെ ശശിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന് പാർട്ടിക്ക് അകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി. മാത്രമല്ല, അതായത് ഇത്തവണയല്ല, അതിന്റെ മുമ്പത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ MP രാജേഷിനെ തോൽപ്പിക്കാൻ വേണ്ടി
ശശിയും കൂട്ടരും നീക്കങ്ങൾ നടത്തി. അവിടെ വലിയ തോതിൽ ഈ മണ്ണാർക്കാട് മേഖലയിൽ പാർട്ടി ബെൽറ്റുകളിൽ നിന്ന് വലിയ തോതിൽ വോട്ട് UDF ലഭിച്ച അടിയൊഴുക്കുണ്ടായി. ഇതിന്റെ പിന്നിൽ ശശിയാണ് എന്നുള്ള CPM അങ്ങനെ ഒരു നിഗമനത്തിൽ കൂടി എത്തിച്ചേർന്നിരുന്നു. കാരണം ഈ DYFI നേതാവിനോട് ലൈംഗിക അതിക്രമം കാണിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ഉറച്ച നിലപാടായിരുന്നു മന്ത്രി MB രാജേഷിന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനായ നിതിൻ ഗഡ്കരി ഉൾപ്പെടെ ആ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇതാണ് MB രാജേഷിനെ തോൽപ്പിക്കാൻ ശശി നീക്കങ്ങൾ നടത്തി എന്നുള്ള കാര്യവും പാർട്ടിക്ക് ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും തുടർച്ചയായി ശശി നടത്തിയിരിക്കുന്ന ഇപ്പോൾ ഈ ക്രമക്കേടാണെങ്കിൽ പോലും തുടർച്ചയായി, അതായത് CPM LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ, അതുപോലെ തന്നെ ലൈംഗിക അതിക്രമം, ഇങ്ങനെ നിരവധി കേസുകൾ ശശിയുടെ പേരിൽ വന്നു. പക്ഷേ ഏറ്റവും അവസാനം ഇപ്പോൾ മേഖലാ റിപ്പോർട്ടിംഗിൽ MV ഗോവിന്ദൻ പറയുന്ന ഒരു കാര്യം, CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബുവിനെ മദ്യ കേസിലും അതുപോലെ തന്നെ പെണ്ണ് കേസിലും പെടുത്താനുള്ള ഒരു നീക്കം ശശിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു ആരോപണം, അല്ലെങ്കിൽ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് മേഖലാ റിപ്പോർട്ടിംഗിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് കേവലം ഒരു ആരോപണമല്ല, മറിച്ച് ഇതിന് കൃത്യമായ തെളിവുകൾ പാർട്ടിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയെന്നും മേഖലാ റിപ്പോർട്ടിംഗിൽ MV ഗോവിന്ദൻ പറയുന്നുണ്ട്. രഞ്ജിത്ത്. ശരി, S വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത, കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവായ MP BJPയിലേക്ക് എന്ന വാർത്തയിൽ കൂടുതൽ പ്രതികരിക്കാത്ത നേതാക്കൾ. ദേശീയ ദിനപത്രമായ ദ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മുതിർന്ന നേതാവായ MP എന്നതിനപ്പുറം നേതാവ് ആരെന്ന് വാർത്തയിൽ സൂചിപ്പിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നേതാവിനെ മുന്നിൽ നിർത്തുക എന്ന ലക്ഷ്യമാണ് BJPക്ക് എന്നാണ് അഭ്യൂഹം. സജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, ഈ BJPയിലേക്ക് പാലമിട്ട ആ നേതാവ് ആര് എന്ന കാര്യത്തിൽ ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്. അപ്പോൾ BJP ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണ്? എന്തെങ്കിലും തരത്തിൽ ഈ വാർത്ത സ്ഥിരീകരിക്കത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ നമുക്ക്? അത്തരം ഒരു സ്ഥിരീകരണവുമില്ല. മാത്രമല്ല, കോൺഗ്രസ് കേന്ദ്രങ്ങൾ വാർത്ത പൂർണ്ണമായും നിഷേധിക്കുന്നു. ഇന്നലെ തന്നെ പാർലമെന്റിലെ ലോക്സഭയിലെ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് തന്നെ അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ തന്നെ അത്തരമൊരു നിലപാടെടുത്തു. ഇപ്പോൾ ഇത്തരമൊരു പ്രചരണത്തിന് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഒപ്പം തന്നെ BJP കേന്ദ്രങ്ങൾ ബോധപൂർവമായ പ്രചരണം ഉന്നയിച്ചു വിടുന്നതാണ് ഇക്കാര്യത്തിൽ എന്നതാണ് പൊതുവിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം തന്നെ K മുരളീധരൻ അടക്കമുള്ള നേതാക്കളൊക്കെ ഇന്നലെ ഈ വിഷയത്തിൽ ഇതിന് ഒരു സാധ്യതയില്ലെന്നും ഈ നീക്കം പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. തെക്കൻ കേരളവുമായി ബന്ധപ്പെട്ട ഒരു MBA കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില സൂചനകളാണ് BJP കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായും കോൺഗ്രസ് കേന്ദ്രങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു വാർത്ത ഉയർന്നു വരുന്നതിന് പിന്നിൽ CPM കേന്ദ്രങ്ങൾക്ക് കൂടി താല്പര്യമുണ്ട് എന്നൊരു ആക്ഷേപം കൂടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം സർക്കാരും CPMവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വാർത്തകൾ വഴിതിരിച്ചുവിടാനുള്ള ബോധപൂർവമായ നീക്കം എന്നതാണ് അവർ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. അതേസമയം കേരളത്തിൽ നിന്നും ഒരു MP ഇപ്പോൾ BJPയിലേക്ക് പോകേണ്ട യാതൊരു രാഷ്ട്രീയ സാഹചര്യവുമില്ല. 2-3 കാരണങ്ങൾ അവർ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന്, ദേശീയ തലത്തിൽ കോൺഗ്രസ് ശക്തമായൊരു സംവിധാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. BJPക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി മികച്ച പെർഫോമൻസുമായി പാർലമെന്റിലുള്ളപ്പോൾ എന്തിന് ഇപ്പോൾ BJPയിലേക്ക് പോകണമെന്ന ചോദ്യം കോൺഗ്രസ്കാർ തന്നെ ഉന്നയിക്കുന്നു. അതാണ് ഈ പ്രചരണങ്ങളുടെ മുനയൊടിക്കുന്നതിന് നീക്കമായി കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ ഉന്നയിക്കുന്നതിന് കാരണം. അതേസമയം മറ്റ് വിശദീകരണങ്ങളൊന്നും ഇക്കാര്യത്തിലേക്ക് പോകുന്നില്ല. ഒരു ചർച്ചയ്ക്ക് പോലും ഇടവെക്കാതെ, കൂടുതൽ ചോദ്യങ്ങൾക്ക് പോലും മറുപടിയില്ല ഇക്കാര്യത്തിൽ എന്ന നിലപാടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിക്കുന്നത്. ഈ BJPക്ക് അങ്ങനെ ഒരു ആളെ കിട്ടുക എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു മുഖമാര് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട്. പല തരത്തിലുള്ള നേതാക്കളെ കൊണ്ടുവന്നിട്ടും BJPയിലേക്ക് കൊണ്ടുവന്നിട്ടും അവരൊന്നും ഏതൊക്കെ തരത്തിലാണ് ആ പാർട്ടിക്ക് ഗുണമായത് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകരാണ്. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ, സജിത്ത് പറഞ്ഞതുപോലെ, തെക്കൻ കേരളത്തിലെ ഒരു MP എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മുഖത്തെ മുതിർന്ന നേതാവിനെ കൊണ്ടുവന്നാൽ ആ പാർട്ടിക്കുണ്ടാകാൻ പോകുന്ന ഗുണം, അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ സാധ്യതയില്ല. അത്തരം ചർച്ചകൾക്ക് ഇടയാക്കുന്ന പലവിധ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തണം, അത് മാത്രമാണ് പ്രധാനം. രഞ്ജിത്ത്, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ പല സാധ്യതകളുണ്ട്.
നമുക്കറിയാം നമ്മൾ അപ്രതീക്ഷിതം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ വലിയ രാഷ്ട്രീയ നീക്കങ്ങളും കണ്ട സംസ്ഥാനം കൂടിയാണ് കേരളം. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഏതുതരം സാധ്യതകളുമുണ്ട്. നേതാക്കളൊന്നും തങ്ങളുടെ നിലപാട് എന്ത് എന്നത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് പറയലൊന്നും ആദ്യം ഉണ്ടാവില്ല. ഇത്തരം വാർത്തകളോടൊക്കെ എടുക്കുന്ന പൊതു നിലപാട് തന്നെയാവാം. അതുകൊണ്ട് സാധ്യതകൾ മുന്നിലുണ്ട്. പക്ഷേ വളരെ കരുതലോടെ വളരെ ജാഗ്രതയോടെയാണ് ഇതുവരെ കോൺഗ്രസ് ഈ വിഷയത്തെ നേരിടുന്നത്. രണ്ട് കാരണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഒന്ന്, ഈ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വഴിതിരിച്ചുവിടാൻ CPM കേന്ദ്രങ്ങൾ നടത്തുന്ന ശ്രമം. മറ്റൊന്ന്, BJP ബോധപൂർവമായി വിഷയം പ്രചരിപ്പിക്കുന്നു എന്നതാണ് കോൺഗ്രസ് പ്രതിരോധത്തിന് മുന്നോട്ട് വയ്ക്കുന്ന മാർഗങ്ങൾ. പക്ഷേ അതിനുമപ്പുറം എന്തുകൊണ്ടാണ് BJPക്ക് ഇതൊരു സാധ്യതയായി മാറുന്നു എന്ന രാഷ്ട്രീയ വിഷയം നമുക്ക് മുന്നിൽ വരും. കാരണം BJPയെ സംബന്ധിച്ച് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട മുഖമില്ല. ഇനി വരാനിരിക്കുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും ഒരു 5 വർഷത്തെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് തൽക്കാലം മുന്നിലുള്ളത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിലേറ്റവും പ്രധാനം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭയിൽ ഇപ്പോൾ BJPക്ക് അക്കൗണ്ടില്ല. ഉണ്ടായിരുന്ന സീറ്റ് തന്നെ നിയമത്തെ നഷ്ടപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ നിയമസഭയിലേക്ക് തിരിച്ചുവിടണം. ലോക്സഭയിൽ കേരളത്തിൽ നിന്നും പ്രാതിനിധ്യമുള്ള ഒരു ദേശീയ പാർട്ടിക്ക് കേരള നിയമസഭയിൽ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം BJPക്ക് അവരെ സംബന്ധിച്ച് കടുത്ത വെല്ലുവിളിയാണ്. അതുകൊണ്ട് എങ്ങനെയും ഒന്നിലധികം സീറ്റുകൾ ഇത്തവണ വിജയിച്ചു കയറണം. അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ തീർച്ചയായും BJP തേടും. ആ രാഷ്ട്രീയ തേടലിൻ്റെ തുടർ ചർച്ചകളുടെ ഭാഗമായുള്ള കൂട്ടിക്കിഴിക്കലുകളിലാണ് ഇത്തരം സാധ്യതകൾ ഉയർന്നു വരിക. സ്വാഭാവികമായും BJP കേന്ദ്രങ്ങൾ സാധ്യത തള്ളാതെ നിലപാട് എടുക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും ചില BJP നേതാക്കളെങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, TG സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അറിയിച്ച് നേതൃത്വത്തെ സമീപിക്കുകയായിരുന്നുവെന്നാണ് വാർത്തയിൽ പറയുന്നത്. എന്നാൽ BJPയിലെ പലർക്കും ഈ കോൺഗ്രസ് നേതാവിനെ കുറിച്ചുള്ള വിയോജിപ്പുകൾ ഉണ്ട്. പക്ഷേ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നേതാവ് വരുന്നത് പാർട്ടിക്ക് കേരളത്തിൽ ഗുണം ചെയ്യും എന്നുള്ള ഒരു നിരീക്ഷണം BJP കേന്ദ്രങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ കോൺഗ്രസ് MP BJPയിൽ ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഈ വാർത്ത ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി മാറുകയാണ്. ഇങ്ങനെയൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, ഇതിപ്പോൾ പല സമയങ്ങളിലും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ ഇതാ BJPയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നതാണ്. പക്ഷേ ഈ സമീപകാലത്തില്ലായിരുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കോൺഗ്രസും UDFും നേടിയതിനു ശേഷം ഇത്തരമൊരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പൊടുന്നനെ ഇങ്ങനെ ഒരു അഭ്യൂഹം വരുന്നതിനുള്ള കാരണം എന്താണ്? അതിൽ തന്നെ ഈ വാർത്തയിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, കേരളത്തിൽ സംഘപരിവാറുമായുള്ള ബന്ധം, അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളിൽ ഇപ്പോൾ CPM പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഇത്തരം കോൺഗ്രസിന് BJPയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള, കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ വരുന്നു BJP കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ എന്ന ഒരു സൂചന കൂടി വന്നിട്ടുണ്ടല്ലോ ഈ വാർത്തയിൽ. മഞ്ജുഷ തന്നെ പറയട്ടെ, ഈ വാർത്തയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണമില്ല. നേരത്തെയും സമാനമായ നിരവധി വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളടക്കം ഈ വാർത്ത നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഇത് ദേശീയ ദിനപത്രമായ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇങ്ങനെ ഒരു വാർത്ത നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു പത്രം സാധാരണഗതിയിൽ ഇത്തരം നാട്ടിലുള്ള ഓൺലൈനുകളൊക്കെയാണ് ഇത്തരം വാർത്തകളൊക്കെ നിരന്തരം പല നേതാക്കളെയും അഭ്യൂഹങ്ങൾ എന്ന മട്ടിലൊക്കെ വാർത്തകൾ വരുന്നത്. പക്ഷേ ഇതൊരു ദേശീയ ദിനപത്രം, അത് BJP സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് എന്നുകൂടി ആ വാർത്തയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരൊരു വാർത്ത നമ്മളും പുറത്തുവിടുന്നത്. പക്ഷേ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ വാർത്തയിലും ഏതു നേതാവാണ് എന്ന സൂചനകളോ ഇല്ല. കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവാണ്, ഒപ്പം MP ആണ്. ഈ രണ്ട് സൂചനകൾ മാത്രമാണുള്ളത്. മുതിർന്ന നേതാക്കളായി RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും. അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിലാകും നടപടി. VV വിനോദ് ചേരുന്നു. വിനോദ്, നടപടി ഇനി വൈകില്ല. കാരണം മുഖ്യമന്ത്രിയോട് നാളെ CPI ഈ ആവശ്യം ഉന്നയിക്കാൻ പോകുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. കുറച്ചുകൂടി LDF യോഗത്തിൽ ഇത് കടുപ്പിച്ചേക്കും. ഒരുപക്ഷെ അതിനപ്പുറത്ത് അത്രയും സമയം പോലും ഒരുപക്ഷെ മുഖ്യമന്ത്രി കാത്തിരിക്കില്ല എന്നല്ലേ കരുതേണ്ടത്? രഞ്ജിത്ത്, അടുത്ത ദിവസമാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. പക്ഷെ ഇതുവരെ അജിത് കുമാറിനെ വിട്ടുകളയുന്ന ഒരു രീതി, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചനയോ
മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ PV അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ 5 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. DGP ഉൾപ്പെടെ ആണ് ഈ അന്വേഷണം നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പ്രത്യേക അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം അദ്ദേഹം ഈ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ കൂടിക്കാഴ്ചയിൽ തെറ്റായ കാര്യങ്ങൾ ഇതുവരെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അതൊരു അച്ചടക്ക ലംഘനമാണ്, ആ നിലയ്ക്കുള്ള ഒരു വിലയിരുത്തൽ ഇതുവരെ മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ ഓഫീസിനോ ഇല്ല എന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ പാർട്ടിക്കുള്ളിൽ എതിരഭിപ്രായങ്ങളുണ്ട്. MV ഗോവിന്ദൻ തന്നെ ഈ കാര്യത്തിൽ MR അജിത്കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ല എടുത്തിട്ടുള്ളത്. LDF കൺവീനറും ആ കാര്യത്തിൽ തന്നെയാണ്. ചിത്രപക്ഷം നേരത്തെ MR അജിത്കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. CPI ആകട്ടെ ഇടഞ്ഞു നിൽക്കുകയാണ്. MR അജിത്കുമാറിനെതിരെ നടപടി വേണം എന്ന നിലയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് തൃശൂർ പൂരം അലങ്കോലമായതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അത് MR അജിത്കുമാറിന്റെ ഇടപെടലാണെന്ന ഒരു സംശയം, ആ കാര്യം തന്നെയാണ് CPI ഉന്നയിക്കുന്നത്. അതുകൊണ്ട് മാറ്റി നിർത്തിയുള്ള അന്വേഷണം, ആ നിലയ്ക്ക് കാര്യങ്ങൾ പോകുന്നു. DGPക്കും ADGPയുടെ കാര്യത്തിൽ അത്ര തൃപ്തിയല്ല. കാരണം നേരത്തെ പോലീസുമായി ബന്ധപ്പെട്ട പല ഉത്തരവുകളും പുറത്തിറക്കിയിരുന്നത് പോലീസ് ആസ്ഥാനം അറിയാതെ ADGPയുടെ ഓഫീസ് ഉത്തരവുകളും സർക്കുലറുകളും പുറത്തിറക്കുകയും അത് പിന്നീട് അതിൽ തിരുത്തലുകൾ വരുത്തി DGPക്ക് തന്നെ നിർദ്ദേശങ്ങൾ നൽകേണ്ടി വന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഒരുപാട് കേന്ദ്രങ്ങളിൽ നിന്ന് MR അജിത്കുമാറിനെതിരെ പരാതികളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ അനിഷ്ടവും നിലനിൽക്കുമ്പോഴും മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇതുവരെ. ഈ RSS നേതാക്കളുടെ കൂടിക്കാഴ്ച, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ മറ്റ് 3 പേർ കൂടി ഉണ്ടായിരുന്നു എന്ന വിവരം വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇത് പ്രധാനപ്പെട്ട ചില ആളുകളാണ്. ഈ പേരുകൾ പുറത്തു വന്നാൽ കേരളം ഞെട്ടും. അങ്ങനെ ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഏതായിരുന്നാലും അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ഡെവലപ്മെന്റുകൾ അല്ലെങ്കിൽ ഇതിന്മേലുള്ള നടപടികൾ അത് എന്ത് എന്നത് ഏവരും കാത്തിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകേണ്ടത്. ശരി, VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ക്ഷമിക്കണം, VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണത്തിന്റെയും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന്റെയും പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ തീപ്പന്തം ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടക്കുക. ജില്ലാ ആസ്ഥാനങ്ങളിൽ DCCകളുടെ നേതൃത്വത്തിലാകും പ്രതിഷേധ പരിപാടി. ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന വിവാദങ്ങളിൽ പ്രതിഷേധം സംസ്ഥാന തലത്തിൽ ശക്തമാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. മലപ്പുറത്തെ വിഷ്ണുജിത്തിന്റെ തിരോധാനം സംബന്ധിച്ച ദുരൂഹത തുടരുന്നു. ഊട്ടി കുനൂരിൽ വിഷ്ണുജിത്ത് എത്തിയതായുള്ള വിവരം പോലീസിൽ ലഭിച്ചു. ഇവിടെ വെച്ച് ഫോൺ ഒരു തവണ ഓണായി. ഇവിടം കേന്ദ്രീകരിച്ച് പോലീസിന്റെ വ്യാപക പരിശോധന നടക്കുകയാണ്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, 4-5 ദിവസമായുള്ള അന്വേഷണമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പോലീസിന് ലഭിച്ചത് എന്താണ്? രഞ്ജിത്ത്, നമുക്കറിയാം 4-ാം തീയതിയാണ് വിഷ്ണുജിത്തിനെ കാണാതാകുന്നത്. അതിനുശേഷം അന്ന് വൈകുന്നേരം മുതൽ ഇയാൾ എവിടെയാണെന്ന് ആർക്കും ഒരു വിവരവുമില്ല. അയാളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവളുടെ ടവർ ലൊക്കേഷൻ അതുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പാലക്കാട് കഞ്ചിക്കോടാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് സുഹൃത്തുക്കളുണ്ട്, ബന്ധങ്ങളുണ്ട്. അപ്പോൾ പാലക്കാട്, കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നതിനിടെയാണ് ഇന്നലെ രാത്രി ഊട്ടി കൂനൂരിനടുത്ത് ഇയാളുടെ മൊബൈൽ ഫോൺ അരമണിക്കൂറോളം സമയം ഓണായതായി കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഊട്ടി കൂനൂർ കേന്ദ്രീകരിച്ച് ഇയാളുടെ ഫോൺ ഇപ്പോൾ നിലവിൽ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ്. പക്ഷേ പോലീസിന്റെ സംഘം ആ ഒരു മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ നടത്തുന്നത്. അതേസമയം വീട്ടിൽ നിന്നും ഇയാളെ വിളിച്ചപ്പോൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ആ സമയത്ത് മറ്റൊരാൾക്ക് കോൾ പോയതായും അതൊരു പക്ഷേ സാങ്കേതിക തകരാറായിരിക്കാം എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ വിളിച്ചപ്പോൾ അബദ്ധത്തിൽ മറ്റൊരാൾക്ക് കോൾ പോയി എന്നാണ് പോലീസിന്റെ നിഗമനം. കുടുംബം പറയുന്നത് മറ്റൊരാൾ ഫോൺ എടുത്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് പോലീസ് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഊട്ടി കൂനൂരിൽ നിന്നും ലഭിച്ച സിഗ്നൽ തന്നെയാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഇത് കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. പോലീസിന്റെ നിഗമനം വിഷ്ണുജിത്ത് അപകടത്തിൽപ്പെട്ടിട്ടില്ല, ഒരുപക്ഷെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കുന്ന സാഹചര്യമാകും എന്നൊരു പ്രാഥമിക നിഗമനമാണ് ഉള്ളത്.
നമുക്കറിയാം മിനിഞ്ഞാന്നായിരുന്നു വിഷ്ണുവിൻ്റെ കല്യാണം നിശ്ചയിച്ചിരുന്നത്. കല്യാണം പോലും മുടക്കി ഇയാൾ മാറി നിൽക്കുകയാണെങ്കിൽ അത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ മറ്റ് ദുരൂഹമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കണക്കുകൂട്ടലാണ് പോലീസിനുള്ളത്. കുടുംബവും ഇതേ അഭിപ്രായമാണ് പങ്കുവയ്ക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ പ്രതീക്ഷ ഊട്ടിയിലെ കൂനൂരിൽ നിന്നും ലഭിച്ച ആ ടവർ ലൊക്കേഷനിലാണ്. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ആ ഒരു മേഖല കേന്ദ്രീകരിച്ചാണ്. രഞ്ജിത്ത്, അന്വേഷണം പുരോഗമിക്കുകയാണ്. ഊട്ടി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണമുള്ളത്. പോലീസിന്റെ സംഘം അവിടെ തെരച്ചിൽ നടത്തുന്നു എന്നാണ് CB അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു വാർത്തയിലേക്ക് പോകണം. കൊച്ചി കാക്കനാട്ട് ചെരുപ്പ് കടയ്ക്ക് തീപിടിച്ചു. ആളപായമില്ല. രാത്രി 12 മണിയോടെയാണ് അപകടമുണ്ടായത്. അടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്കും തീ പടർന്നു. ഫയർഫോഴ്സിന്റെ 8 യൂണിറ്റുകൾ 1.5 മണിക്കൂറോളം പരിശ്രമിച്ചാണ് മറ്റു കടകളിലേക്ക് തീ വ്യാപിക്കാതെ നിയന്ത്രിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. നമ്മൾ കണ്ടതാണ്, ഹൈക്കോടതി ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു, വിശാലമായ ബെഞ്ച് രൂപീകരിച്ചു. അതിലൊരു വനിതാ ജഡ്ജിയുമുണ്ട്. ഈ ബെഞ്ച് ആദ്യമായി ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ഇതിൻ്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം അത് സീൽ വെച്ച കവറിൽ കോടതിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. 6 ഹർജികളാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. രാവിലെ 10:15 പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ സിറ്റിംഗ്. സമ്പൂർണ്ണ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധ രേഖകളും മുദ്രവെച്ച കവറിൽ അഡ്വക്കേറ്റ് ജനറൽ ഡിവിഷൻ ബെഞ്ചിന് നേരിട്ട് കൈമാറും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയാണ് പ്രധാനപ്പെട്ടത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? രഞ്ജിത്ത്, സ്പെഷ്യൽ ബെഞ്ചിന്റെ ആദ്യത്തെ സിറ്റിംഗ് ആണ് ഇത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ഇനിമേലുള്ള പരാതികൾ അന്വേഷിക്കുന്ന സ്പെഷ്യൽ ബെഞ്ചിന്റെ ആദ്യത്തെ സിറ്റിംഗ് ആണിത്. ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ രൂപം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ രൂപം സീൽ വെച്ച കവറിൽ കോടതിയിൽ കൈമാറിയിട്ടുണ്ട്. അത് ഇന്ന് തന്നെ ഈ ബെഞ്ചിന് കൈമാറും. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ജസ്റ്റിസുമാരായ CS സുധ, AK ജയചന്ദ്രൻ നമ്പ്യാർ എന്നിവരാണ് ഡിവിഷൻ ബെഞ്ചിലുള്ളത്. ഈ ബെഞ്ചിന്റെ ആദ്യത്തെ സിറ്റിംഗ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാതികളിൽ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ആദ്യ സിറ്റിംഗിന്റെ ഉദ്ദേശമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് 6 ഹർജികളാണ് പരിഗണിക്കുന്നതിൽ പ്രധാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പരാതികളിൽ അന്വേഷണം നടത്താനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുക എന്നുള്ളതാണ് പ്രധാന ആവശ്യം. ഇതുവരെയുള്ളത് SIT ആണ്. SITയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്ന സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുള്ള വെളിപ്പെടുത്തലിലൂടെയും രജിസ്റ്റർ ചെയ്ത കേസുകളിലുള്ള നടപടികളാണ് അല്ലെങ്കിൽ അന്വേഷണമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നത്. അതേസമയം പൊതു താൽപര്യ ഹർജി വന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയിട്ടുള്ളതിന്മേൽ അന്വേഷണം വേണം, അതിന് പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന ആവശ്യമാണ് പ്രധാന ഹർജി. സജിമോൻ പാറയിലിന്റെ ഹർജി, ഇതിൽ ഈ പൊതു താൽപര്യ ഹർജിയിൽ രഞ്ജിനിയും അതുപോലെ വനിതാ കമ്മീഷനും സംസ്ഥാന വനിതാ കമ്മീഷനും എതിരെ കക്ഷികളാണ്. അതുപോലെ സജിമോൻ പാറയിൽ നൽകിയ ഹർജി, മുൻ MLA ജോസഫും പുതുശ്ശേരിയുടെ ഹർജി തുടങ്ങി 6 ഹർജികളാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്, കോടതിയുടെ പരിഗണനയിലുള്ളത്. ഏതായാലും 10:15 കൂടി തന്നെ ഇതിൽ ഈ ഹർജികൾ പരിഗണിച്ചു തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒന്നോ അതിലധികമോ അമിക്കസ് ക്യൂറികളെ ജഡ്ജിമാരെ സഹായിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഹൈക്കോടതി നിയോഗിച്ചേക്കാം എന്നൊരു തീരുമാനവും ആയിട്ടുണ്ടാകും. എന്തായാലും നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ, അതേ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകൾ, ആ വെളിപ്പെടുത്തലിനെ തുടർന്നുണ്ടായ അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല, ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയിട്ടുള്ളത് അനുസരിച്ച് അതിൽ പ്രതിഭാഗത്തുള്ളത് ആരാണോ അവർക്കെതിരെ കേസെടുക്കണം. ആ അന്വേഷണം സ്പെഷ്യൽ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം, അതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് പൊതു താൽപര്യ ഹർജി വന്നിരിക്കുന്നത്. ഇതാണ് ഈ 6 ഹർജികളെ പ്രധാനമായും പരിഗണിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏകദേശം 10:15 കൂടി ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്പെഷ്യൽ ബെഞ്ചിന്റെ, അതായത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്ന സ്പെഷ്യൽ ബെഞ്ചിന്റെ ആദ്യത്തെ സിറ്റിംഗ് ആണ്. അവസാനത്തെ സിറ്റിംഗിലാണ് ഈ കാര്യത്തിൽ അത് ജസ്റ്റിസ് S മനുവും അതുപോലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായ മുഹമ്മദ് മുഷ്താഖും ചേർന്നുള്ള ബെഞ്ചായിരുന്നു അതുവരെയുള്ള കേസുകൾ പരിഗണിച്ചത്. സജിമോൻ പാറയിലെ ഹർജിയുടെ തുടർ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പരാതികൾ അല്ലെങ്കിൽ ഇത്തരം കേസുകൾ പരിഹരിക്കാൻ അറ്റൻഡ് ചെയ്യാൻ
പുതിയ ബെഞ്ച് ഉണ്ടാക്കുമെന്നുള്ള ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തത കോടതി വരുത്തിയത്. എന്തായാലും ആ ബെഞ്ചിന്റെ ആദ്യത്തെ സിറ്റിംഗ് ആണ്. ഇന്നലെ ആയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം, എഡിറ്റഡ് അല്ലാത്ത പൂർണ്ണരൂപം കോടതിയെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അതെന്തായാലും ഇന്ന് ജഡ്ജിമാർക്ക് കൈമാറും, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിന് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോകണം. കോഴിക്കോട് മാമി തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ കുടുംബത്തിന്റെ മൊഴിയെടുത്തു. പോലീസ് വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നാണ് കുടുംബം പറയുന്നത്. അന്വേഷണ സംഘം യോഗം ചേരും. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം? കുടുംബത്തിന്റെ മൊഴി അത് നേരത്തെ വിശ്വാസയോഗ്യമായി പോലീസ് എടുത്തില്ല എന്നായിരുന്നു അവരുടെ ആരോപണം. അത് കരുതിയുള്ള അന്വേഷണമാണോ ഇപ്പോൾ? മാമി കേസുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ അന്വേഷണം ആരംഭിക്കുന്നത് ഇന്നാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇതിന്റെ പ്രാഥമിക നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മാമിയുടെ മകളിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞത്. ഇനി വിശദമായി തന്നെ ബന്ധുക്കളുടെയും ഭാര്യമാരുടെയും ഒക്കെ മൊഴികൾ രേഖപ്പെടുത്തുമെന്നാണ് ക്രൈംബ്രാഞ്ച് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യത്തെ 2 അന്വേഷണ സംഘങ്ങളിലും തികഞ്ഞ അതൃപ്തി കുടുംബത്തിനുണ്ടായിരുന്നു എന്ന് മകൾ ഐജിയോട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ സംഘത്തെ, പ്രത്യേകിച്ചും പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ അന്വേഷണം നടത്തുമെന്നൊരു ആവശ്യം പോലും അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നു. കാരണം ആദ്യഘട്ടത്തിൽ അന്വേഷണം എഴിഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിൽ മറ്റ് ഉന്നത ഏജൻസികളെ കൊണ്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിച്ചിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന രീതിയിലേക്ക് ഉത്തരവിറങ്ങാൻ നിൽക്കുകയാണ്. വളരെ പെട്ടെന്ന് ADGP അജിത് കുമാർ ഇടപെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും പിന്നീട് ആ അന്വേഷണം എങ്ങുവെത്താതെ അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്ത് ഇതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ സംഘത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ മാമിയുടെ തിരോധാനത്തിന് പിന്നിൽ ഒരു കാരണമായിട്ടുണ്ട് എന്ന് കുടുംബം ആരോപിക്കുന്നു. പ്രത്യേകിച്ചും കോഴിക്കോട് നഗരത്തിലുള്ള ഒരു ഭൂമിയുടെ ഇടപാട് ഏതാണ്ട് അവസാന ഘട്ടത്തിലായിരുന്നു. 300 കോടി രൂപയോളം വിലമതിക്കുന്ന ഒരു ഭൂമി ആയിരുന്നു ഇത്. എന്നാൽ മാമി അപ്രത്യക്ഷനായതിന് തൊട്ടു പിന്നാലെ ഒരാഴ്ചക്കുള്ളിൽ ഭൂമിയുടെ ഇടപാട് നടന്നു എന്ന് കുടുംബം പറയുന്നു. ഇക്കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനായി കുടുംബം പോലീസിന് വിവരങ്ങൾ നൽകിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട യാതൊരു അന്വേഷണവും ഉണ്ടായില്ല. ഒപ്പം മാമി ദുബായിൽ പോയിരുന്നു മരണങ്ങൾ കാണാതായതിന് ഏതാനും ദിവസം മുമ്പ്. പക്ഷേ ഈ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ മാമി അങ്ങേയറ്റം അസംതൃപ്തനായിരുന്നു, അല്ലെങ്കിൽ തികച്ചും സന്തോഷവാനല്ലാതെ ഇരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി ദുബായിക്ക് പോകേണ്ടി വരുമെന്ന് കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു. ഇക്കാര്യവും കുടുംബം പോലീസിനെ അറിയിച്ചെങ്കിലും ഇത് സംബന്ധിച്ചും അന്വേഷണം ഉണ്ടായില്ല. തികച്ചും മാമിയുടെ വ്യക്തി വിവരങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം, വ്യക്തിപരമായ കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം ഉള്ള ഒരു അന്വേഷണം എന്ന ശൈലിയിലേക്കാണ് പോലീസ് നീങ്ങുകയും ചെയ്തത്. എന്തായാലും ഇതടക്കമുള്ള പിഴവുകൾ പരിഹരിച്ച് കൃത്യമായ ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കുടുംബത്തിനുള്ളത്. ഇന്ന് എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘം ആദ്യം ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ഒരു പക്ഷേ IG മാധ്യമങ്ങളെ കാണുന്നതിനുള്ള സാധ്യതയും ഉണ്ട്. രഞ്ജിത്ത്, ശരി, നമുക്ക് ചില ദേശീയ വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം. മണിപ്പൂർ അശാന്തമായി തുടരുന്നു. അതീവ ജാഗ്രതയാണ് മണിപ്പൂരിലുള്ളത്. ക്യാങ്പോപ്പിയിൽ കാണാതായ സൈനികനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. മെയ്തേയ് സംഘടനകളാണ് സൈനികനെ കൊന്നതെന്ന ആരോപണവുമായി കുക്കി വിഭാഗം ഇതിനിടെ രംഗത്ത് വന്നു. പ്രധാനമന്ത്രിയുടെ മൗനം പൊറുക്കാനാവാത്തതാണെന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആരോപണം. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധവും മണിപ്പൂരിൽ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സുവി വിശ്വനാഥ് വിവരങ്ങൾ പങ്കുവച്ചു. സുവി, എന്താണ് മണിപ്പൂരിലെ സാഹചര്യം? ഒരു തരത്തിലും നിയന്ത്രിക്കാനാവാത്ത വിധം അവിടെ പ്രശ്നങ്ങൾ വളരുകയാണോ? രഞ്ജിത്ത്, മണിപ്പൂർ അശാന്തമായി തന്നെ തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് മണിപ്പൂരിൽ നിന്ന് പുറത്തുവരുന്നത്. കൂടുതൽ പ്രതിഷേധങ്ങളാണ് മണിപ്പൂരിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ, പന്തം കൊളുത്തിയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ രാജിയാണ് ഇവരെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ സംഘടിക്കുകയും തുടർന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷവും അവരും ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ രാജിയാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ രാജി എന്ന തള്ളിക്കളയുകയാണ് BJP വൃത്തങ്ങൾ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഗവർണറെയും കാണുകയും അതിനുശേഷം MLA-മാരുടെ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ രാജിയിലേക്ക് നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് സൂചിപ്പിച്ചിരുന്നത്. എങ്കിൽ കൂടിയും അത് യാതൊരു തരത്തിലും അത് സാധ്യമല്ല എന്നാണ് BJP വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാണാതായ സൈനികന്റെ മൃതദേഹം കണ്ടെത്തി. കൊല്ലപ്പെട്ട നിലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് മെയ്തേയ് വിഭാഗക്കാരാണ് ഈ സൈനികരെ കൊന്നത് എന്ന ആക്ഷേപവുമായി കുക്കി വിഭാഗവും
നേതൃത്വവും രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴും മണിപ്പൂർ അശാന്തമായി തന്നെ തുടരുകയാണ്. ഏതായാലും പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച് ഒരു മൗനം തുടരുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ആക്ഷേപം പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. സ്ഥിതിഗതികളും സാഹചര്യവും വിലയിരുത്തിയിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തില്ല എന്ന സൂചനകളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്. വിശ്വനാഥ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഹരിയാനയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യ സാധ്യത പൊളിയുകയാണ്. 22 ഇടങ്ങളിൽ കോൺഗ്രസിനെതിരെ ആപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കൂടുതൽ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. സുവി തുടരുന്നുണ്ട്. സുവി, കോൺഗ്രസും ആം ആദ്മിയുമായി നിരവധി ചർച്ചകൾ നടന്നിരുന്നു, പക്ഷെ അതൊന്നും ഫലവത്തായില്ല. അപ്പോൾ ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് ഹരിയാന പോകുന്നു എന്നല്ലേ വ്യക്തമാകുന്നത്? സ്വാഭാവികമായും ആ രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വായിച്ചെടുക്കേണ്ടി വരും. വലിയ തോതിലുള്ള ചർച്ചകൾ, പ്രതീക്ഷയോടെയുള്ള ചർച്ചകൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ വെച്ചു പുലർത്തിയിരുന്നു. എന്നാൽ ആ ചർച്ചകളെല്ലാം തന്നെ പൊളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആം ആദ്മി പാർട്ടി ഇന്നലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 22 പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും സഖ്യം ഉണ്ടാകുന്നില്ലെങ്കിൽ മുഴുവൻ സീറ്റുകളിലും തങ്ങൾ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് വേരുകളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. അതുകൊണ്ട് തന്നെ അവരുടെ ഭീഷണി ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ആം ആദ്മി പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ അനുരാഗ് ഖണ്ട ഉൾപ്പെടെയുള്ളവർ ആദ്യ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. വനിതാ നേതാവായ ഇന്ദു ശർമ്മ ഭവാനിയിൽ നിന്ന് മത്സരിക്കും. മെഹാമിൽ നിന്ന് വികാസ് നെഹ്റയും റോത്തക്കിൽ നിന്ന് ബിജേന്ദർ ഹൂഡയും ജനവിധി തേടും. ആം ആദ്മി പാർട്ടിക്ക് 10 സീറ്റുകൾ വേണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കോൺഗ്രസ് 7 സീറ്റുകൾ നൽകാം എന്ന് ആം ആദ്മി പാർട്ടിയോട് വിശദീകരിച്ചു. എന്നാൽ ഇതിനോട് അനുകൂല സമീപനമല്ല ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. BJPയുടെ കാര്യത്തിലും അവിടെ പാളയത്തിൽ പട എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് ഒരു BJP നേതാവ് BJP വിടുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രഞ്ജിത്ത്. അതാണ് ഹരിയാനയിലെ സാഹചര്യം. ഏതായാലും ഹരിയാനയിൽ ശക്തമായ ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു. നടക്കാനിരിക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളായ കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും നേരിട്ട് ഏറ്റുമുട്ടുന്ന ആദ്യ ടെലിവിഷൻ സംവാദം ഇന്ന് ABC ടെലിവിഷൻ ചാനലിലാണ് സംവാദം നടക്കുക. ഞായറാഴ്ച പുറത്തുവന്ന ഏറ്റവും പുതിയ അഭിപ്രായ സർവേകളിൽ ട്രംപും കമലയും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ്. ജോ ബൈഡനുമായി നടത്തിയ സംവാദത്തിന്റെ അതേ നിയമങ്ങൾ പാലിച്ചായിരിക്കും ഇരുവരും ഏറ്റുമുട്ടുക. സംഭാഷണ സമയത്ത് മൈക്രോഫോണുകൾ നിശബ്ദമാക്കണം എന്നതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ചർച്ചകൾ നടക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി സംസാരിക്കുമ്പോൾ മൈക്രോഫോണുകൾ നിശബ്ദമാക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രചാരണ വിഭാഗത്തിന്റെ ആവശ്യം. അതേസമയം സംവാദത്തിലുടനീളം മൈക്രോഫോണുകൾ നിശബ്ദമാക്കേണ്ടതില്ലെന്നാണ് ഹാരിസിന്റെ ആവശ്യം. ഇടവേള. പേരുണ്ട്. അതിപ്പോൾ തിരുവനന്തപുരം MP ആയി തൊട്ട് കാസർഗോഡ് MP വരെയുള്ള നിരവധി MPമാരെ എടുത്തു കഴിഞ്ഞാൽ മിക്ക ആളുകളും മുതിർന്ന നേതാക്കൾ തന്നെയാണ്. അവർ പലരും MPമാരാണ്. 1-2 പേരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ഈ തലമുതിർന്ന നേതാക്കൾ തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് കേരളത്തിൽ MPമാരായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ ആരാണ് എന്നത് കൃത്യമായി ആ വാർത്തയിൽ എവിടെയും പറയുന്നില്ല. പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു ചർച്ച നടന്നുവെന്നും ഈ MP തന്നെ അങ്ങോട്ട് BJPയുമായിട്ട് ചേരാനുള്ള താല്പര്യം അറിയിക്കുകയായിരുന്നുവെന്നും എന്നാൽ BJPയിലെ ഒരു വലിയ വിഭാഗം പല നേതാക്കൾക്കും ഇദ്ദേഹം തന്നെ BJPയിലേക്ക് എടുക്കുന്നതിന് മറ്റു പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ട് എന്നതും, എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൽ അങ്ങനെ കോൺഗ്രസിന്റെ ഒരു MP തന്നെ BJPയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായിട്ടുള്ള പോരാട്ടത്തിൽ BJPക്ക് ചെറിയ തരത്തിൽ എഡ്ജ് കിട്ടും. അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിലേക്ക് പോകണം, അതുകൂടി പരിഗണിച്ച് വേണം തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള ഒരു നിലപാടിലാണ് BJP നേതൃത്വം നിൽക്കുന്നത് എന്നുള്ളതും വാർത്തയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ വാർത്തയിൽ എവിടെയും ആരാണ് MP എന്നോ ഏതു നേതാവാണെന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു സൂചനയും നൽകുന്നില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവാണ് MP ആണ് എന്നുള്ളതാണ്. അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ 1-2 പേരെ മാത്രമായി തന്നെ പറയാൻ കഴിയില്ല. കേരളത്തിലെ കോൺഗ്രസ് MPമാരിൽ മഹാഭൂരിപക്ഷം പേരും തലമുതിർന്ന MPമാരാണ്. പലരും 3 പ്രാവശ്യവും 4 പ്രാവശ്യവും ഒക്കെ MPമാരായ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് ഈ മുതിർന്ന നേതാവ് എന്നത് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു വാർത്ത ഒരു ദേശീയ ദിനപത്രം തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. BJP നേതാക്കളെടുത്ത് എനിക്ക് BJPയിലേക്ക് ചേരാൻ താല്പര്യമുണ്ട് എന്ന് MP അങ്ങോട്ട് അറിയിക്കുന്നു. അതിൽ BJP ഉടൻ തീരുമാനമെടുക്കും എന്നുള്ള മട്ടിലാണ് ആ വാർത്ത എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ മഞ്ജുഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ CPM BJP ബന്ധത്തെക്കുറിച്ചുള്ള വലിയ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് BJP സോഴ്സിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് കോൺഗ്രസിന് BJP ബന്ധം അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു പ്രധാനപ്പെട്ട നേതാവ് BJPയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വാർത്തയ്ക്ക് സവിശേഷമായ ചില പ്രാധാന്യം കൂടിയുണ്ട്. ഒരു കോൺഗ്രസ് നേതാവാണ്, ഇപ്പോഴത്തെ MP ആണ് എന്നതിനപ്പുറം നേതാവാരെന്ന്
ഷിരൂർ ദൗത്യം നീളും. കാലാവസ്ഥ പ്രതികൂലമായതാണ് പ്രതിസന്ധിക്ക് കാരണം. നിലവിൽ ഉത്തര കന്നഡ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കാർവാറിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അനുകൂല കാലാവസ്ഥ ഉണ്ടായാൽ തിരച്ചിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്ന് വിലയിരുത്തി. കർണാടകയിലെ ശിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇനിയും നീളുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രധാനമായും ഇവിടെ പ്രതിസന്ധിയായിരിക്കുന്നത് കാലാവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി ഈ പ്രദേശത്ത് ഓറഞ്ച് അലർട്ടാണ്, ശക്തമായ മഴയാണ്. ഇത് തന്നെയാണ് ഈ തെരച്ചിൽ വീണ്ടും ആരംഭിക്കുന്നതിന് വെല്ലുവിളി ഉയർത്തുന്നത്. ഏതായാലും നിലവിൽ ഇനി വരുന്ന 3 ദിവസത്തേക്ക് യെല്ലോ അലർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും കാലാവസ്ഥ മുന്നറിയിപ്പ് മാറാതെ ഡ്രഡ്ജർ എത്തിക്കാൻ ആവില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടമുള്ളത്. ഇത് ഗോവയിൽ നിന്നും കടൽ മാർഗമാണ് എത്തേണ്ടത്. ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമായാൽ ഇവിടെ എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് ലംഘിച്ച് ഡ്രഡ്ജർ കൊണ്ടുവരികയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപകടപ്പെട്ടാൽ അതിന് ഇൻഷുറൻസ് പരിരക്ഷ പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഏതായാലും അർജുൻ ഉൾപ്പെടെയുള്ളവർക്ക് 3 പേർക്കായുള്ള തിരച്ചിൽ നീളുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 2 മാസം ആകാൻ പോകുന്നു ശിരൂരിൽ ഇത്തരത്തിൽ അപകടം നടന്നിട്ട്. 11 പേരെയാണ് അപകടത്തിൽ കാണാതായത്. ഇതിൽ 8 പേരുടെ മൃതദേഹം നേരത്തെ തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി 3 പേരെ കണ്ടെത്താനുണ്ട്. ജഗന്നാഥിനെയും ലോകേഷിനെയും അർജുനു പുറമെ ഈ 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായുള്ള തിരച്ചിലാണ് ആരംഭിക്കുന്നത്. എന്തായാലും തിരച്ചിൽ നീളുമെന്ന ഈ വിവരം, ഈ സൂചന അത് കുടുംബത്തെ വലിയ നിരാശയിൽ ആഴ്ത്തിയിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ 18-ാം തീയതി ഇത് സംബന്ധിച്ച് കർണാടക ഹൈക്കോടതിയിൽ വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട്. കർണാടക സർക്കാർ തിരച്ചിലിന് അനുകൂലമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും മഴയാണ്, കാലാവസ്ഥയാണ് വില്ലനായി മാറുന്നത്. എന്തായാലും ഈ ലോറി പുറത്തേക്ക് എടുക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ലോറിക്കകത്ത്, ഈ ക്യാബിനകത്ത് അർജുൻ്റെ ശരീരഭാഗങ്ങൾ ഏതെങ്കിലും കിട്ടുമോ എന്ന ഒരു പ്രതീക്ഷ, അതാണ് ദൗത്യ സംഘം പങ്കുവെക്കുന്നത്. അത് തന്നെയാണ് കുടുംബവും പങ്കുവെക്കുന്നത്. അന്ത്യകർമ്മമെങ്കിലും ചെയ്യാൻ ഇവരെ ഈ കുടുംബത്തെ ആവശ്യപ്പെടുന്നത് അത്തരത്തിൽ കണ്ടെത്തണം എന്നതാണ്. അത്തരത്തിൽ ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇനിയും കാത്തിരിക്കേണ്ടി വരും. ആ ഒരു ദൗത്യം സംഘത്തിൻ്റെ ആ പ്രവർത്തനത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഏതായാലും അടിയൊഴുക്ക് 3.5 മാത്രമേ ഉള്ളുവെങ്കിലും കാലാവസ്ഥ മുന്നറിയിപ്പ് അവഗണിച്ച് ഏതെങ്കിലും തരത്തിൽ തിരച്ചിൽ നടത്താനാവില്ല. ഇനി 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരച്ചിലിനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. അതിനായി കൃത്യമായ കാലാവസ്ഥ ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ടാകണം. അതിനായാണ് ഈ ജില്ലാ ഭരണം ഉൾപ്പെടെ കാത്തിരിക്കുന്നത്. ഏതായാലും ഇന്നലെ ഈ കാർവാറിൽ ഒരു പ്രത്യേക യോഗം ചേർന്നിരുന്നു. ജില്ലാ കലക്ടർ അതുപോലെ തന്നെ SP, കാർവാർ MLA ഇവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. ഈ യോഗത്തിലും ഇത്തരത്തിൽ നിർദ്ദേശം തന്നെയാണ് വന്നിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമായാൽ ആ സമയം തന്നെ ഈ തെരച്ചിൽ ആരംഭിക്കുമെന്നതാണ്. 1 കോടി രൂപയോളം ചെലവ് വരുന്ന ഈ ഡ്രഡ്ജറിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാനുള്ള എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോഴും ഈ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ ഈ ദൗത്യം തുടരാനാകൂവെന്ന് ഡ്രഡ്ജർ കമ്പനി കൂടി വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. ആനയുടെ ചിത്രം കണ്ടാൽ അത് ഏത് ആനയാണെന്ന് തിരിച്ചറിയുന്ന ഒരു കൊച്ചുമിടുക്കനുണ്ട് കുന്നംകുളത്ത്. സിനിമാ താരം ജയറാമടക്കം നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ ഈ 5 വയസ്സുകാരൻ രസകരമായ വീഡിയോ പങ്കുവച്ചതോടെ സംഭവം വൈറലായി. അമ്പാടി ബാലനാരായണൻ. ഇതോ വളരിക്കര കാളിദാസൻ. ഈ ആനയെന്ന് പറഞ്ഞേ മംഗലാംകുന്ന് കർണൻ. ഇതൊന്ന് പറഞ്ഞേ കുംകി. ആരാണ്? കുംകി. ആ അവധിക്കാല യാത്രയെക്കുറിച്ചുള്ള ടീച്ചറുടെ ചോദ്യത്തിനിടയിലാണ് 5 വയസ്സുകാരന്റെ ആനക്കമ്പം പുറം ലോകം അറിയുന്നത്. പെരുമ്പിലാവ് വളയംകുളം MVM റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ LKG വിദ്യാർത്ഥിയായ ധ്രുവാദക്ഷ് VP ആണ് ആ താരം. ചോദ്യത്തിനിടയിൽ 5 വയസ്സുകാരൻ അരിക്കൊമ്പനെ കുറിച്ച് വാചാലനായി. എങ്കിലും ടീച്ചർ ചോദിക്കാം, ഇതോ എന്താണ്? അരിക്കൊമ്പൻ. ഇതിനെങ്ങനെയാ അരിക്കൊമ്പൻ പേര് വന്നത്? നാട്ടിലിറങ്ങി അരി തിന്നും, അതുകൊണ്ട് അരിക്കൊമ്പൻ എന്നുള്ള പേര് വന്നു അല്ലേ? ക്ലാസ്സില് കുട്ടികള് ഹോളിഡേ കഴിഞ്ഞ് വന്നപ്പോ മക്കള് ട്രിപ്പ് പോയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞപ്പോ ഒരു കുട്ടി കൊടൈക്കനാലിൽ പോയി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഇവൻ പറഞ്ഞു കൊടൈക്കനാലിൽ നിന്നാണ് അരിക്കൊമ്പനെ വേറൊരു കാട്ടിലേക്ക് മാറ്റിയെന്ന് പറയുന്നത്.
അപ്പോൾ ആ സമയത്ത് നീ ന്യൂസൊക്കെ കാണാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അരിക്കൊമ്പനെ അറിയാം, അങ്ങനെ കുറച്ച് ആനകളുടെ അവന് ഏത് ആനയുടെ ഫോട്ടോ കാണിച്ചാലും ഞാൻ അതിൻ്റെ പേര് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു നോക്കി നോക്കാം, അങ്ങനെ പറയുമോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഗുരുവായൂർ കേശവൻ്റെ ഫോട്ടോ, ആനയുടെ ഫോട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അവനോട് ചോദിച്ചു ഇത് ഏതാ ആന എന്ന് പറയാൻ പറ്റുമോ. അപ്പം തന്നെ അവൻ പറഞ്ഞു ഇങ്ങനെ ഇത് അങ്ങനെ പറഞ്ഞത് വർഷങ്ങൾക്ക് മുന്നേ ഗുരുവായൂർ ഉണ്ടായിരുന്ന ഒരു ആനയാണ്, ഇത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ചെരിഞ്ഞിരിക്കുന്നു, ഇതിൻ്റെ പ്രതിമ ഗുരുവായൂർ ഇപ്പോൾ ഉണ്ട് എന്നൊക്കെ ഉള്ളത് അവൻ പറഞ്ഞു. പിന്നീട് മൊബൈലിൽ കൂടുതൽ ആനകളുടെ ചിത്രങ്ങൾ കാണിച്ചു. അതെല്ലാം തിരിച്ചറിഞ്ഞുവെന്ന് മാത്രമല്ല, ആനകളുടെ പ്രത്യേകതയും ആ കുഞ്ഞു മനസ്സ് വിവരിച്ചു. നാട്ടാനകൾ മാത്രമല്ല, കാട്ടുകൊമ്പന്മാർ വരെ ധ്രുവദക്ഷിന് മനപ്പാഠമാണ്. കൂട്ടത്തിലേറെ ഇഷ്ടം തൃക്കടവൂർ ശിവരാജുവിനെയും പാമ്പാടി രാജനെയും. ഈ പാമ്പാടി രാജനും തൃക്കടവൂർ ശിവരാജനും ഇഷ്ടപ്പെടാൻ കാരണം കരിവീരന്മാരാണോ? വീഡിയോ ചിത്രീകരിച്ച് ക്ലാസ് ടീച്ചർ സ്റ്റാഫ് ഗ്രൂപ്പിലിട്ടതോടെ ക്ഷണനേരം കൊണ്ട് വൈറലായി. വേറെ ആനയുടെ ഇതേപോലെ ചോദിച്ചാൽ കിട്ടുമോ ചോദിച്ചു. അപ്പോൾ നമുക്ക് അറിയില്ല കൂടുതൽ ആനയുടെ പേര്. അവനോട് തന്നെ ചോദിച്ചു ഏതൊക്കെ ആനയുടെ പേര് അറിയാമെന്നുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു തന്നപ്പോൾ ഒക്കെ ഒരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവനോട് ചോദിച്ചു ഇതൊക്കെ ഏതാ ആന എന്ന് ചോദിച്ചപ്പോൾ അവനെ കറക്റ്റായിട്ട് ഓരോ ആനേനെ പറഞ്ഞു തന്നു. അപ്പോഴാണ് തോന്നിയത് ഇതൊരു എനിക്ക് ഭയങ്കര സന്തോഷമായി, ഇവനെ പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവനെ സ്റ്റാഫിൻ്റെ ഗ്രൂപ്പിൽ ഇടാം എന്ന് കരുതിയിട്ടാണ് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ആനപ്രേമിയായ കൂട്ടുകാരൻ വൈറലായതിന്റെ സന്തോഷത്തിലാണ് LKG-ക്കാരായ സഹപാഠികളും. ഇതോ ഏതാണ്? ചക്കക്കൊമ്പൻ. ചക്കക്കൊമ്പൻ. ഇതിനെന്താ ചക്കക്കൊമ്പൻ എന്ന് പേര് വരാൻ കാരണം? ചക്ക തിന്നും അതുകൊണ്ട് അല്ലേ. ഈ ആനയെന്ന് പറഞ്ഞേ? തിക്കടവൂർ ശിവരാജു. തിക്കടവൂർ ശിവരാജു. ഈ ആനയുടെ പേര് പറയൂ? പാമ്പാട് രാജൻ. എന്തുകൊണ്ടാണ് ഇതിനിങ്ങനെ പേര് വരാൻ കാരണം? അതെല്ലാത്തിനെയും കാട്ടുന്ന പിടിച്ചുകൊണ്ടല്ലേ, അതുകൊണ്ട് ഓരോ പേര് വരും. ഓരോ പേരിട്ടതാണ് അല്ലേ. ന്യൂസ് 18 തൃശൂർ. യുവകഥാകൃത്തിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ സംവിധായകൻ VK പ്രകാശ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് VK പ്രകാശിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. യുവകഥാകൃത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് VK പ്രകാശിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ പ്രധാന വാദം. 2022 പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് കേസിലെ പ്രതിയാണ് പരാതിക്കാരി. തനിക്കെതിരായ ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുകയാണ് പരാതിക്കാരുടെ ലക്ഷ്യം. ഇക്കാര്യം വ്യക്തമാക്കി സംസ്ഥാന പോലീസ് മേധാവിക്കും പ്രത്യേക സംഘത്തിനും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് VK പ്രകാശിന്റെ വാദം. തെക്കൻ ഗാസയിലെ അൽമവാസി പ്രദേശത്ത് ക്യാമ്പിന് നേരെ ഇസ്രായേൽ ആക്രമണം. വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 65 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ നേതാവ്